ചോദിക്കട്ടെ, ആ കോപ്പിയിൽ ഉള്ളത് എന്ത് എന്ന് ആ പേജ് സ്കാൻ ചെയ്ത് കാണിക്ക്, ലോകർ കാണട്ടെ. അത് ഓക്കെ, മഖ്തൂത്തിന്റെ കോപ്പി കാണിക്കാൻ പോവാണ്. മൗലവി നന്നായി പഠിച്ചോളൂ. മഖ്തൂത്തിന്റെ കോപ്പി സ്ക്രീനിലൂടെ എല്ലാവർക്കും കാണാം, വളരെ വ്യക്തമാണ്. മൗലവി നസീഹത്തുൽ ലബീബിലെ ഇമാം അവറുകൾ തിരുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുവരുന്ന പേജാണ് ഇവിടെയുള്ളത്. എല്ലാവർക്കും കാണാവുന്നതാണ്. ബഹുമാനപ്പെട്ട ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഇബാറത്ത് ഇമാം സുംഹൂരി തങ്ങൾ എടുത്തുദ്ധരിക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ മഖ്തൂത്താണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നോക്കിക്കോളൂ, 51-ാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവര് ഫദ്ദാഹിറു എന്ന് തുടങ്ങുന്ന സുബ്കി ഇമാമിന്റെ ഉദ്ധരണി കൊണ്ടുവരുന്നതിന് തൊട്ടു മുമ്പുള്ള പാരഗ്രാഫില് കമാ ദക്റഹുൽ മാവർദിയു എന്ന് പറഞ്ഞ് നമ്മുടെ കിതാബിന്റെ പ്രിന്റഡ് കോപ്പിയിൽ ഒരു ഇന്തഹയുണ്ട്. ആ ഇന്തഹയാണ് ഇവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ഭാഗത്തിൽ നിങ്ങൾ കാണുന്നത്. അതിനുശേഷമാണ് ഫദ്ദാഹിറു എന്ന് തുടങ്ങുന്ന പാരഗ്രാഫ് കടന്നു വരുന്നത്. അവിടെയാണ് മൗലവി ബഹുമാനപ്പെട്ട സുംഹൂദി ഇമാമിന്റെ പേരിൽ പച്ചക്കളവ് പറഞ്ഞത്. അതിന്റെ കൈയെഴുത്ത് കോപ്പിയാണ് ഇപ്പൊ നമ്മൾ കാണുന്നത്. നോക്കൂ നിങ്ങൾ, ഫദ്ദാഹിറു അന്ന മുറാദഹു കൗനുഹു അലാ ഗൈരി സിഫതിഹിൽ മഅറൂഫതി ബിന്നദരി ഇലാ മജ്മൂഇഹാ ലാകിൻ ഖദ് ഖററ സുബ്കിയു മാ സയഅതി അൻഹു അന്നല്ലാഹിറ അന്നൽ മർഇയ്യ ഫിൻ നൗമി എന്ന് തുടങ്ങുന്ന ഉദ്ധരണിയിൽ ബൽ മിൻ റുഇയൽ മനാമിയ്യ എന്ന് പറയുന്നിടത്ത് ഒരു ഇന്തഹയുണ്ട് പ്രിന്റഡ് കോപ്പിയിൽ. അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ് എന്ന് നമ്മൾ പറഞ്ഞു, അല്ല എന്ന് മൗലവിയും പറഞ്ഞു. നോക്കൂ നിങ്ങൾ, കൈയെഴുത്ത് പ്രവിധിയിൽ കൈയെഴുത്ത് കോപ്പിയിൽ ബൽ മിനർ റുഇയൽ മനാമിയ്യ എന്നിടത്ത് ഇന്തഹയില്ല. ശരിക്ക് കണ്ടോളൂ, അവിടെ ഇന്തഹയില്ല. ആ വരി പൂർത്തിയാകാത്തത് കൊണ്ട് അവിടെ ചില പദങ്ങൾ നഷ്ടപ്പെട്ടു പോയതാണോ എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കാൻ വേണ്ടി മഖ്തൂത്തിലെല്ലാവരും ഉപയോഗിക്കുന്ന മഖ്തൂത്തുകളിൽ സാധാരണ ഉപയോഗിക്കുന്ന ശൈലിയാണ് ഒരു ഹാ അവിടെ ഇട്ട് കൊടുക്കുക എന്നത്. അവിടെ ആ വരി പൂർത്തിയാകാത്തത് കൊണ്ട് ഒരു ഹാ ഇട്ട് കൊടുത്തു. എന്നിട്ട് അതിന്റെ തുടർന്നാണ് പറയുന്നത് ഫൽ മഅന മൻ തഅല്ലഖത് റുഇയാഹു. ആ പാരഗ്രാഫിന്റെ തുടർച്ചയാണ്. അവിടെ ഒരു ഇന്തഹ ഇല്ല. ഇമാം സുബ്കി തങ്ങളുടെ ഉദ്ധരണി തുടരുകയാണ്. ഫൽ മഅന മൻ തഅല്ലഖത് റുഇയാഹു ഹത്താ തഖദ എന്ന് തുടങ്ങിയിട്ട് നമ്മുടെ പ്രിന്റഡ് കിതാബിൽ എവിടെയാണ് പിന്നെ ഇന്തഹ വരുന്നത്? ഫലാ യുഖദു ശർതു വൽ ജസാഉ അല്ലദി റത്തബ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്തഹ. അവിടെയാണ് യഥാർത്ഥത്തിൽ ഇന്തഹയുള്ളത്. നോക്കൂ നിങ്ങൾ, കൈയെഴുത്ത് പ്രതിയിലും അങ്ങനെ തന്നെയാണുള്ളത്. നോക്കൂ നിങ്ങൾ, അണ്ടർലൈൻ കാണുന്ന ഭാഗത്ത് ഇന്തഹ, അവിടെ ഇന്തഹയുണ്ട്. അതിൻ്റെ ഇടക്ക് സുബ്കി ഇമാമിന്റെ വാക്ക് ഉദ്ധരിച്ചത് മുതൽ ഈ ഇന്തഹ വരെ അതിൻ്റെ അടുക്ക് മറ്റൊരു ഇന്തഹയില്ല. അപ്പൊ മൗലവി കൈയെഴുത്ത് പ്രതി നമ്മളിവിടെ വ്യക്തമായി കാണിച്ചിരിക്കുകയാണ്. അതിൽ താങ്കൾ അപ്പറഞ്ഞ ഇന്തഹ കൈയെഴുത്ത് പ്രതിയിൽ ഇല്ലേ ഇല്ല, വളരെ വ്യക്തമാണ്. അത് ഇമാം സുബ്കി റളിയല്ലാഹു അൻഹുവിന്റെ ഉദ്ധരണിയാണ്, അത് മുഴുവനും. അതിൻ്റെ ഇടക്ക് ഒരു ഇന്തഹ കയറിക്കൂടുന്ന പ്രശ്നമേ ഇല്ല. അത് കിതാബ് ആ ഇബാറത്തുമായി ബന്ധമുള്ള പരിചയമുള്ള ആർക്കും അറിയാം അവിടെ ഒരു ഇന്തഹ എന്നത് കടന്നു വരാൻ ഒരു സാധ്യതയുമില്ല. അപ്പോ കയ്യെഴുത്ത് പ്രതിയാണ് ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ളത്. ഇനി ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇന്തഹ ആ സ്ഥലത്ത് ഒരു ഇന്തഹ കടന്നു വരുന്ന കയ്യെഴുത്ത് പ്രതി മൗലവിയാണ് കൊണ്ടുവരേണ്ടത്. ഇന്തഹ ഇല്ലാത്ത കോപ്പി ഹാജരാക്ക്, അപ്പൊ അടുത്ത കോപ്പി ഞാനും ഹാജരാക്കിയ പോരാ. നിങ്ങൾ ഈ ഉയർത്തിപ്പിടിക്കുന്ന കൈയെഴുത്ത് കോപ്പി ഇത് എവിടെ സൂക്ഷിക്കുന്നു? എന്താണ് അതിന്റെ ആധികാരികത? ആരാണ് ആ കോപ്പി പകർത്തി എഴുതിയത്? അപ്പൊ മൗലവിക്ക് ഇനി അടുത്തത് എന്താണ് അറിയേണ്ടത്? ഇത് എവിടെ നിന്നാ കിട്ടിയത്? ഇതാരാണ് പകർത്തി എഴുതിയത്? ഏത് വർഷമാണത് എഴുതിയത്? ഇങ്ങനെ തുടർന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ മൗലവിക്ക് അറിയണം. അത് പറയാനായിട്ടില്ല, മനസ്സിലായോ?
അത് താങ്കൾക്ക് അറിയൂല എന്ന് തുറന്നു പറ. ഇതിന്റെ കയ്യെഴുത്ത് പ്രതിയെ കുറിച്ച് യാതൊരു ധാരണയില്ല എന്നത് തുറന്നു പറയാ, സമൂഹത്തോട് തുറന്നു പറ. എന്നിട്ട് അറിയാത്തത് അതബോടെ കുരുത്തത്തോടെ ചോദിക്ക്. അപ്പൊ പറയാം. ഇപ്പൊ എനിക്കത് അറിയൂല എന്ന് തുറന്നു പറ. താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ കോപ്പിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എവിടെയാണ് ഇത് സൂക്ഷിച്ചിട്ടുള്ളത്, എവിടെ നിന്നാണ് ഇതിന്റെ കോപ്പി കിട്ടിയത്, ആരാണ് ഇത് എഴുതിയത്, ഇതിന്റെ കാത്തിബാരാണ്, ആരാണ് പകർത്തി എഴുതിയത് തുടങ്ങിയിട്ട് അത് മുഴുവൻ ഇതിലുണ്ട്. പക്ഷേ അതിപ്പോ പറയൂല. മനസ്സിലായോ? അത് താങ്കൾക്ക് അറിയൂല എന്ന് പറഞ്ഞ് ചോദിക്ക്, അപ്പൊ പറയും. ഇത് ആരെയായി പൊട്ടം കളിപ്പിക്കുന്നത്? ഇതിനെക്കുറിച്ച് ഒരു ധാരണയില്ല ഈ മൗലവിക്ക്. നസീഹത്തുൽ ലബീബിന്റെ കോപ്പി എവിടെയുണ്ട് എന്നതിനെ കുറിച്ച് ഒരു ധാരണയുമില്ല. എന്നിട്ട് വെല്ലുവിളിക്ക് ഒരു കുറവുമില്ല. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ കയ്യിലുള്ള ആ മഖ്തൂത്തിന്റെ പേജ് വളരെ വ്യക്തമായി നമ്മൾ കാണിച്ചു. അതിൽ ഇൻതഹ ഇല്ല എന്നും നമ്മൾ സ്ഥാപിച്ചു. ഇനി അടുത്തത് മൗലവിയാണ് കൊണ്ടുവരേണ്ടത്. എന്താ കൊണ്ടുവരേണ്ടത്? കേൾക്കൂ. ഇൻതഹ ഇല്ലാത്ത കോപ്പി ഹാജരാക്ക്, അപ്പൊ അടുത്ത കോപ്പി ഞാനും ഹാജരാക്കും. അതെ, അടുത്ത കോപ്പി മൗലവി കൊണ്ടുവരട്ടെ. മഖ്തൂത്ത് നസീഹത്തുൽ ലബീബിന്റെ മഖ്തൂത്തിൽ സുബ്കി ഇമാമിന്റെ ഉദ്ധരണി കൊണ്ടുവന്നു. അതിന്റെ ഇടയിൽ നമ്മൾ ഇൻതഹ ഇല്ല എന്ന് കാണിച്ച സ്ഥാനത്ത് ഇൻതഹയുണ്ട് എന്ന് പറയുന്ന ഒരു മഖ്തൂത്ത് കൊണ്ടുവരുന്ന ഈ മൗലവി പറഞ്ഞത് അതാദ്യം കൊണ്ടുവാ, എന്നിട്ട് അടുത്ത ചർച്ച. ഇത് എവിടെ നിന്ന് കിട്ടിയെന്നല്ലേ അറിയേണ്ടത്. നമ്മൾ പറഞ്ഞിട്ട് വേണം അന്വേഷണം തുടങ്ങാനല്ലേ. കഴിയൂല മൗലവി, അതിപ്പോ തൽക്കാലം പറയൂല. എനിക്കത് അറിയൂല എന്ന് സമൂഹത്തോട് തുറന്നു പറ. വിവരമില്ല, പക്ഷെ അത് സമ്മതിക്കാൻ ഒരു പ്രയാസമുണ്ട്. അത് അഹങ്കാരത്തിന്റെ പ്രശ്നമാണ്. അപ്പോ ആദ്യം ഇപ്പറഞ്ഞത് കൊണ്ടുവാ. മഖ്തൂത്തിലില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങൾ കാണിച്ചു. ഇനി അത് കാണിച്ചാൽ അപ്പുറത്ത് മറ്റൊരു കോപ്പി അത് കൊണ്ടുവരും പറഞ്ഞിട്ടുണ്ടല്ലോ, അത് കൊണ്ടുവരും. ഒരു കോപ്പിയല്ല, ഒരു പേജല്ല. നസീഹത്തുൽ ലബീബ് ഫി വറാഇൽ ഹബീബ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുഴുവൻ കൈയെഴുത്ത് പ്രതിയാണ് എൻ്റെ കയ്യിലുള്ളത്. മുഴുവൻ പേജും ഇതിന്റെ അവ്വൽ മുതൽ ആഖിർ വരെ ഉള്ളതുണ്ട്. അങ്ങനെയുള്ള ഒരു കൈയെഴുത്ത് പ്രതിയാണ് താങ്കൾ കൊണ്ടുവരേണ്ടത്. അത് കൊണ്ടുവന്നിട്ട് നമുക്ക് അടുത്ത ചർച്ച.